Hello friends, welcome back to Arraysworld. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണ്. മൊണാക്കോ ബിസ്ക്കറ്റും കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻ ചാലഞ്ചിൻ്റെ ഡേ 3 ആണിന്ന്. കുറേ പേർക്ക് ഈ വീഡിയോസ് യൂസ്ഫുള്ളായെന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ബൈറ്റ്സ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേസ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോകാം. ഈ ബിസ്ക്കറ്റ് ബൈറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 7 മൊണാക്കോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ക്യാപ്സിക്കമാണ്. പിന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റഡ് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. കുറച്ച് ഒലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊടിയായി അരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ എടുക്കുന്നത് മയണീസ് ആണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും ഈ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ബൈറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ബിസ്ക്കറ്റ് എടുത്ത് അതിലേക്ക് മയണീസാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാ ബിസ്ക്കറ്റിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റിലും മയണീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ബൈറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ബിസ്ക്കറ്റിലും നമ്മൾ ഓരോരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒലീവ്സ് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ ബിസ്ക്കറ്റ് ബൈറ്റ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വളരെയധികം ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരു 5-10 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷന് അവർ 1 മണിക്കൂറേ തരുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ചെയ്ത റെസിപ്പീസ് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാവുക. കാരണം നമുക്ക് 1 മണിക്കൂറിൽ എത്ര റെസിപ്പീസ് വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ 1 മണിക്കൂറേ ടൈം ഉണ്ടാവുള്ളൂ. അത് കാണാൻ അട്രാക്റ്റീവ് ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും വേണം ഉണ്ടാവാൻ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ചെറുതായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഈ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.